ബീഫ് റോസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഉരുളി അടപ്പത്ത് നല്ല തീയിലങ്ങോട്ട് വെച്ച് ചൂടാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് അതൊന്ന് മൂപ്പിക്കണം ആദ്യം. അതാണ് അടുത്ത പരിപാടി. കാരണം തേങ്ങാക്കൊത്ത് ഇട്ടാലേ ആ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. അതൊരു നല്ലൊരു ബ്രൗൺ കളർ പോലെ ഒന്നാവണം, എന്നാലേ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി സവാള എടുക്കണം, സവാള ഇടണം. ആ സവാളയും ഒരു മീഡിയം ഫ്ലേവറിൽ വേവണം. അത് കഴിഞ്ഞ് അടിച്ച് വെച്ച ബീഫും നേരത്തെ ചെയ്ത വീഡിയോയിലുണ്ടായി. ഈ ബീഫ് എടുത്തിട്ട് അതിലേക്ക് ഇത് കൊട്ടിയിട്ട് ആ ഗ്രേവിയുള്ള ചാറടക്കം എടുത്ത് കൊട്ടിയിട്ട് വേണം വറ്റിക്കാൻ. എന്നാലേ ബീഫിലേക്ക് ഈ ഫുള്ള് ഗ്രേവി അങ്ങോട്ട് പിടിക്കുള്ളൂ. അങ്ങനെ വറ്റിച്ച് നല്ല തീയിൽ അങ്ങോട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇത് പിടിക്കും. അതിലേക്കല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാല കാര്യങ്ങളൊക്കെ ഇട്ട് ലാസ്റ്റ് ലുക്കാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്.